തൃശ്ശൂർ ആനക്കല്ല് തൃത്താമര ക്ഷേത്രത്തിൽ സമയം താമസിക്കുന്ന ജയപ്രസാദ് തൻ്റെ ഭാര്യയെ കഴുത്ത് ഞെരിച്ചു കൊന്നു. ഇവരുടെ പ്രണയ വിവാഹമായിരുന്നു. ആനക്കല്ല് തൃത്താമരശ്ശേരി ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന ശിവപ്രസാദിൻ്റെ ഭാര്യ ഉണ്ണിമായയുടെ വീട് വെങ്ങിണിശ്ശേരിയിലായിരുന്നു. ശിവപ്രസാദ് ശക്തൻ സ്റ്റാൻഡിലെ ചുമട്ടുകാരനായിരുന്നു. 7 വർഷമായി ഇവരുടെ വിവാഹം നടന്നിട്ട് ഒരു പ്രേമ വിവാഹമായിരുന്നു. കഴിഞ്ഞ വ്യാഴാഴ്ച ഉണ്ണിമായെ കൊല്ലപ്പെട്ട നിലയിലെ അവരുടെ 2ാം നിലയിലെ മുറിയിൽ കാണപ്പെടുകയായിരുന്നു. ഉണ്ണിമായയുടെ ഭർത്താവ് ഒരു സംശയരോഗിയായിരുന്നു. അദ്ദേഹത്തെ ഈ പ്രണയവിവാഹത്തിന് ശേഷം പല സന്ദർഭത്തിലും ഭാര്യയുടെ നീക്കത്തിൽ വലിയ സംശയമുണ്ട്. ഭാര്യയ്ക്ക് ഒരു പ്രൈവറ്റ് കമ്പനിയിൽ എയർ കണ്ടീഷൻ കമ്പനിയിൽ ജോലിയുമുണ്ട്. തൃശ്ശൂർ എയർ കണ്ടീഷൻ സർവീസ് സെൻറ്ററിലെ ജീവനക്കാരിയായിരുന്നു ഉണ്ണിമായ. വ്യാഴാഴ്ച രാവിലെ ജയപ്രസാദിൻ്റെ വീട്ടിൽ നിന്ന് ജോലിക്ക് പോകാൻ റെഡിയായി. 2ാം നിലയിലെ ആണ് അവർ താമസിക്കുന്നത്. താഴത്തെ നിലയിൽ അമ്മയുണ്ട്, ജയപ്രസാദിൻ്റെ അമ്മ. അവിടെ രാവിലെ അവൾ പോകുന്നതിന് മുമ്പ് എടുത്തൊരുങ്ങി നിൽക്കുമ്പം ഒരു വഴക്കുണ്ടായി. അമ്മയെ ശ്രദ്ധിച്ചു. കുറച്ച് കഴിഞ്ഞ് മകൻ താഴെ ഇറങ്ങി വന്നു. അമ്മയോട് പറഞ്ഞു, ഞാൻ അവളെ കൊന്നുവന്നു. അമ്മ പേടിച്ച് ഞെട്ടിത്തിരിച്ചു പോയി. അമ്മ 2ാം നിലയിൽ പോയി നോക്കിക്കപ്പോൾ കഴുത്തിൽ അവർ ഏതോ തുണി മുറുക്കി അവൾ കട്ടിലിൽ മരിച്ചു കിടക്കുന്നത് കണ്ടു. ഇവർ താഴെ ഇറങ്ങി വന്ന് ഓടി വന്ന് നിലവിളിച്ചു. അതിനടുത്തുള്ള ചില കെട്ടിട തൊഴിലാളികളെല്ലാം ഓടി വന്ന് നോക്കി. അന്നേരം ഭർത്താവ് ജയപ്രസാദ് അവിടെ ഉണ്ട്. അയാൾ അവരെ വീട്ടിനകത്ത് കയറാൻ സമ്മതിച്ചില്ല, തടഞ്ഞു. അതിനുശേഷം ഇയാൾ അവിടെ നിന്ന് മാറിക്കളഞ്ഞു. നെടുപുഴ പോലീസ് ഇയാളെ അയ്യന്തോൾ ടൗണിൽ വെച്ച് അറസ്റ്റ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. ഉണ്ണിമായെ കൊല്ലാനുള്ള കാരണം ഇയാളുടെ സംശയരോഗം തന്നെയാണ്. ശിവപ്രസാദ് തൃശ്ശൂർ സെക്ഷൻ സ്റ്റാൻഡ് മാർക്കറ്റിൽ അയാൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഇവരുമായിട്ട് വിവാഹത്തിലാവുകയും അങ്ങനെ ഉണ്ണിമായെ കല്യാണം കഴിക്കുകയും ചെയ്തു. ഉണ്ണിമായെ ഇടയ്ക്കിടയ്ക്ക് സംശയിക്കുന്നുണ്ട് എന്ന് ഉണ്ണിമായയുടെ പിതാവ് ജയൻ്റെ അടുത്ത് ഉണ്ണിമായ പല പ്രാവശ്യം പറഞ്ഞു. ഇയാളൊരു സംശയരോഗിയാണ്. ഇയാൾ തൻ്റെ ഫോൺ കൂടെ പരിശോധിക്കുകയും ചില സന്ദർഭത്തിൽ ഫോൺ പിടിച്ചു വാങ്ങുകയും ചെയ്തു. ആഴ്ചക്കണക്കിന് ആ കുട്ടിക്ക് ഫോൺ കൊടുക്കാതെ ഇയാൾ പിടിച്ചു വച്ചിരുന്നു. അതിനുശേഷം തൃശ്ശൂർ MTIയിൽ നിന്ന് കമ്പ്യൂട്ടർ സയൻസ് ഡിപ്ലോമ നേടിയ ശേഷം തൃശ്ശൂർ മറ്റൊരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരികയായിരുന്നു. 6 മാസം മുമ്പ് ഇവർ തമ്മിൽ വഴക്കുണ്ടായി. അന്നേരം ഉണ്ണിമായുടെ കഴുത്ത് പിടിച്ച് ഞെരിച്ചു. വലിയ പരിക്കുണ്ടായി. ആ കുട്ടി മരിച്ചില്ല. ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് ട്രീറ്റ്മെൻറ്റിലായിരുന്നു. അതിനുശേഷം മടങ്ങി വന്നു. ഉണ്ണിമായ അവരുടെ വീട്ടിൽ പോയി. അവരുടെ പിതാവിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവർക്ക് ചികിത്സയിലായിരുന്നു എന്നുള്ള വിവരങ്ങൾ അവരുടെ ആശുപത്രിയിൽ വന്ന് ആ പെൺകുട്ടിയെ നോക്കുകയൊക്കെ ചെയ്തു. എങ്കിലും കൊല്ലുമെന്ന് ആ പിതാവ് കരുതിയില്ല എന്നിപ്പം പറയുന്നുണ്ട്. കാരണം ഇവനെ കഴുത്ത് ഞെരിച്ച് ചിലപ്പോൾ അന്നേരത്തെ അരിശത്തിനങ്ങ് പോയെങ്കിലും അതിനുശേഷം ഒരാഴ്ചയ്ക്ക് ശേഷം ആശുപത്രിയിൽ വന്ന് ഒരാഴ്ചയ്ക്ക് ശേഷം അവൻ്റെ വീട്ടിലേക്ക് ആ പെൺകുട്ടി പോകാൻ തയ്യാറായി. വീട്ടിലെ പെൺകുട്ടിയുടെ പിതാവായ ജയൻ്റെയൊക്കെ നിർബന്ധം കൊണ്ടായിരിക്കാം അങ്ങനെ പോയത്. വീട്ടിൽ നിന്ന് കൊണ്ടുപോകാൻ അയാൾ പല സന്ദർഭത്തിലും ശ്രമിച്ചു. എങ്കിലും പിതാവും മറ്റുള്ളവരൊക്കെ ഇടപെട്ട് ഒരാഴ്ചയായിട്ട് ഇപ്പോൾ ഇയാളുടെ ഭർത്താവിൻ്റെ വീട്ടിൽ ശിവപ്രസാദിൻ്റെ വീട്ടിൽ ആ പെൺകുട്ടി താമസം. കഴിഞ്ഞ വിഷുവിന് ഇവർ വീട്ടിൽ പോയി. ഒരു മകളുണ്ട് 3.5 വയസ്സ്, നൈര എന്നാണ് ആ കൊച്ചിൻ്റെ പേര്. നൈറ എന്ന ആ കുട്ടിയെ വിഷു കഴിഞ്ഞപ്പം വീട്ടിൽ തന്നെ ആക്കിയിട്ട് ഇവർ രണ്ടുപേരും തനിച്ചാണ് ഭർത്താവിൻ്റെ വീട്ടിൽ വന്ന്. അവിടെ അമ്മ മാത്രമേ ഉള്ളൂ. കഴുത്ത് നേരത്തെ ഒരിക്കൽ ഞെരിച്ച് ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാക്കുകയും ആ കുട്ടിക്ക് പരിക്കുകയൊക്കെ ചെയ്തെങ്കിലും കൊലപ്പെടുത്തുമെന്ന് കരുതിയില്ല എന്നാണ് ജയനും കരുതി. ആ പെൺകുട്ടി അങ്ങനെ കരുതിയിട്ടാണ് വീണ്ടും ജോലിക്ക് പോയത്. ആ സംശയം വീണ്ടും വളരുകയാണ്. അയാൾ പല സന്ദർഭത്തിലും വീട്ടിൽ വന്ന ശേഷം വീണ്ടും
ഒരാഴ്ച കൊണ്ട് ഇവിടെ 3-4 ദിവസം കൊണ്ട് ഇവിടെ താമസിക്കുന്ന സന്ദർഭത്തിലും മൊബൈൽ ഫോണ് ചെക്ക് ചെയ്യുന്നു എന്നാണ് കുട്ടി പറയുന്നത്. അത് ആ കുട്ടിയുടെ വീട്ടിൽ അറിയിച്ചിട്ടുണ്ട്. ഏതായാലും കുഞ്ഞു കൊച്ച് 3.5 വയസ്സുള്ളതിനെ അപ്പനെ അമ്മയെ ഏൽപ്പിച്ചിട്ടാണ് ഭർത്താവിൻ്റെ വീട്ടിൽ വന്നത്. എന്തെങ്കിലും അനിഷ്ട സംഭവം ഉണ്ടാവുമോ, കൊച്ചിനെ കൂടെ കൊന്നുകളയോ എന്നൊക്കെ ഒരു സംശയം തീർച്ചയായിട്ടും വരാം. അത് കരുതിയിട്ടാണ് കുട്ടിയെ നൈര എന്ന കുട്ടിയെ മാതാപിതാക്കളെ ഏൽപ്പിച്ച ശേഷം ഇവള് തനിച്ച് ഈ വീട്ടിൽ വന്ന് ഉണ്ണിമായുടെ മൊബൈലൊക്കെ അയാൾ കൂടെ ചെക്ക് ചെയ്യുമെങ്കിലും ഏകദേശം 7 വർഷം മുമ്പാണ് ഇവരുടെ പ്രേമവിവാഹം നടന്നത്. അവർ സ്വന്തം ഇഷ്ടപ്രകാരം അവർ കല്യാണം നടത്തി. അത് വീട്ടുകാർ സഹകരിച്ചു. ആനക്കല്ലിലെ വീട്ടിൽ ഉണ്ണിമായുടെ മാതാപിതാക്കൾ ഇതിൻ്റെ ഇടയ്ക്ക് അങ്ങോട്ട് താമസം വീണ്ടും ആ പെൺകുട്ടി ശിവപ്രസാദിൻ്റെ വീട്ടിൽ പോയപ്പം ഒരാഴ്ച മുമ്പ് ആ മാതാപിതാക്കൾ ഇവിടെ വന്നിരുന്നു. വന്ന് ആ വീട്ടുകാരൊക്കെ ആയിട്ട് സംസാരിച്ചിട്ടാണ് പോയത്. കാരണം മാതാപിതാക്കൾ തീർച്ചയായിട്ടും മകളുടെ കഴുത്ത് ഞെരിച്ച ഒരു സംഭവം നേരത്തെ ഉണ്ടായതുകൊണ്ട് ഒരു ഭയം അവർക്കുണ്ടാവും. അവരതുകൊണ്ട് ഇവിടെ ഈ വീട്ടിൽ വന്നു, അമ്മയൊക്കെ കണ്ടിട്ട് മടങ്ങി. ഈ ഒരു സംഭവം ആ വീട്ടുകാരോ അല്ലെങ്കിൽ ആ പെൺകുട്ടിയോ ഉണ്ണിമായോ ആ ശിവപ്രസാദിൻ്റെ അമ്മയോ ഒരിക്കലും ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമെന്ന് അവർ കരുതിയില്ല. കാരണം പ്രേമവിവാഹമായിരുന്നു രണ്ടുപേരും, അവരാരും ഇടപെട്ടതല്ല. പക്ഷേ ബേസിക്കലി ഇയാളൊരു സംശയരോഗിയാണ്. അന്ന് കഴുത്ത് ഞെരിച്ചപ്പം ആശുപത്രി കൊണ്ടുപോയി കുറച്ച് പരിക്കൊക്കെ ഉണ്ടായിരുന്ന കഴുത്തിന്. ഇയാൾ നല്ല ചുമട്ടുകാരനാണ്, കൈക്കരുത്തുണ്ട്, നല്ല ആരോഗ്യമുള്ളതാണ്. കഴുത്ത് ഞെരിച്ച് ആരെ വേണേലും കൊല്ലാൻ കഴിവുള്ള ആളാണ്. അന്ന് തമാശനാണെങ്കിലും എങ്ങനെയായാലും അന്ന് ഞെരിച്ചപ്പം കുട്ടിക്ക് പരിക്കേറ്റു കഴുത്തിൽ. ഇപ്പം കഴുത്ത് ഞെരിച്ച് കൊന്നിട്ട് ശ്വാസം മുട്ടിയെന്ന് കഴിഞ്ഞപ്പം തുണി ചുറ്റി കഴുത്തിലെ മുറുക്കി കൊലപ്പെടുത്തുകയായിരുന്നു ഉണ്ടായിരുന്നു. ഏതായാലും പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ പോസ്റ്റ്മോർട്ടം നടത്തി. കഴിഞ്ഞ ദിവസം അതിൻ്റെ ആ കുട്ടിയുടെ മരണാനന്തര ചടങ്ങുകളൊക്കെ നടത്തി. എന്തായാലും പ്രണയവിവാഹം പലപ്പോഴും നമ്മൾ കാണുന്നത് ഇതിയുടെ ദുര്യോഗത്തിൽ ചെന്ന് പെടുന്നത് എന്തുകൊണ്ടാണ്? കാരണം പ്രണയ സമയത്ത് തന്നെ വേറെ ആരെങ്കിലുമൊക്കെ ആയിട്ട് പ്രണയിച്ച് പോയെന്ന് കണ്ടെന്നോ പിടിച്ചെന്നൊക്കെ ഉണ്ടാവാം. അതൊക്കെ വൈരാഗ്യമായിട്ട് വരുമായിരിക്കാം. അതുകൊണ്ടായിരിക്കാം സംശയം വരുന്നതെന്ന് തോന്നുന്നു. എങ്കിലും ഭൂരിപക്ഷം പ്രണയ വിവാഹങ്ങളും അത് ഡൈവോഴ്സിൽ പോകുന്നതാണ് ഇപ്പം കാണുന്നത്. പഴയ സാഹിത്യകാരന്മാരൊക്കെ പ്രണയമാണ് നല്ലതെന്നൊക്കെ പറയുമെങ്കിലും അതനുസരിച്ച് ജീവിതം കെട്ടിപ്പടുക്കാൻ അവർക്ക് ആർക്കും കഴിയില്ല. അവർ തമ്മിൽ പ്രണയിച്ചപ്പം നേരത്തെ പലരുമായിട്ട് ഇരുകൂട്ടരും പ്രണയിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്നൊക്കെ ചിന്തിക്കും. രണ്ടു കൂട്ടരും ചിന്തിക്കും. ഇപ്പം ഈ പെൺകുട്ടിയെ കൊലപാതകം ചെയ്യാൻ തന്നെ കാരണം അത് സംശയരോഗം തന്നെയാണ്. അത് നേരത്തെ ആരെങ്കിലുമായിട്ട് ബന്ധമുണ്ടാകും. ഇവൾ ജോലിക്ക് പോകുന്ന സ്ഥലങ്ങളിലൊക്കെ കമ്പ്യൂട്ടർ എയർ കണ്ടീഷനിലെ അവിടുത്തെ ജോലിയാണ്. അതിൻ്റെ ഡിപ്ലോമ കുട്ടി പാസ്സായിട്ടുണ്ട്. മിടുക്കിയായ ആ പെൺകുട്ടി അവിടെ ജോലിക്ക് പോകുന്നത് തടഞ്ഞില്ല ഇയാൾ. കാരണം ആ വരുമാനം കിട്ടിക്കോട്ടെ എന്ന് കരുതിയും. പക്ഷേ അയാളുടെ ജോലിക്ക് പോയാലും ജോലിക്ക് പോയില്ലെങ്കിലും ആ സംശയം കൂടിക്കൂടി വന്ന് അതൊരു കൊലപാതകത്തിൽ ചെന്ന് അവസാനിച്ചു എന്നാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്.